ജസ്ന സലീമിന് നല്ല മുട്ടൻ പണി തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് വിശ്വാസികൾ ചേർന്നുകൊണ്ട് ഒരു പരാതി നൽകി എന്നറിഞ്ഞു. അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളുടെ ചില സംഘടനകളും അവർക്കെതിരെ നീങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ വലിയ രീതിയിൽ ഇപ്പോൾ ന്യായീകരണങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള തെറികളും കേൾക്കുന്നുണ്ട്, വൃത്തികേടുകളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഇവരോട് സംസാരിക്കാൻ കഴിയില്ല. ഇവരോട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ് അത് എന്നുള്ളതാണ്. എന്തായാലും വിശ്വാസികളായ ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശ്വാസികളായ നിങ്ങൾ പരാതി നൽകുക തന്നെ വേണം. അല്ലാതെ ഇതിനൊന്നും വളം വെച്ച് കൊടുക്കരുത്. ഇവരിപ്പോഴും അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുക എന്നുള്ളതാണ്. ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് കുറച്ച് പായസം ഉണ്ടാക്കി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൻ അവിടെ നടക്കൽ വെക്കാനി എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടു. അതേപോലെ ഒന്ന് രണ്ട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഞാനല്ല ശ്രമിക്കുന്നത്, നിങ്ങളാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന്. ഞാൻ ഒരിക്കലും അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്ത് പോയാൽ തന്നെ അത് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു തരണോ? ഞങ്ങളെ പോലെയുള്ള 4 ആൾ വീട് ചെയ്താൽ വലിയ പ്രശ്നം, നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായത്തരങ്ങൾ ഒരു പ്രശ്നമില്ല അല്ലേ? വിശ്വാസികളായ ആളുകൾക്ക് സങ്കടമുണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കണം. അത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ശരി. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കമൻറ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും സപ്പോർട്ടില്ലാത്ത എന്തുകൊണ്ടറിയോ? ആ നാവുകാരനാണെന്നുള്ളതാണ്. ദയവ് ചെയ്ത് പൊട്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഒരു പാൽപ്പായസം കൊണ്ടുപോയി വെച്ച് തന്നെ കൂട്ടുക. ആരും അറിയാതെ അത് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ജനങ്ങളെ അറിയിച്ചിട്ട് വിശ്വാസികളെ ഇങ്ങനെ ചൊറിഞ്ഞാൽ പിന്നെ തിരിച്ച് പണി കിട്ടില്ലേ? കിട്ടേണ്ടത് തന്നെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും വരി വരിയായിട്ട് കിട്ടിക്കോളിനി. എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്നും എന്ത് സാധനം കൊണ്ടുപോയാലും, അത് കടയിൽ നിന്ന് എന്ത് സാധനം മേടിച്ചാലും, അത് എത്ര വിലയുടെ സാധനമാണെങ്കിലും എത്ര വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിൽ കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഞാൻ ആ പായസം ഉണ്ടാക്കി കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് ഞാൻ കണ്ണന് സമർപ്പിച്ചതാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു കാര്യമാണത്. അവിടെ നിങ്ങൾ മതസ്പർദ്ധയല്ല കാണേണ്ടത്. ഞാൻ അവിടെ നടക്കൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കണോ വേണ്ടിയോ എന്ന് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത്. ഓക്കെ. മനുഷ്യന്മാരാണ് ആ അമ്പലം ഈ രീതിയിലാക്കി എടുത്തിരിക്കുന്നത്. മനുഷ്യന്മാർ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തും തറ്റത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. മനുഷ്യന്മാർ തന്നെയാണ് ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അമ്പലത്തിലേക്ക് വരരുത്, വിശ്വാസികളായ ആളുകൾ മതി, ഹിന്ദുക്കൾ മാത്രം പ്രവേശിച്ചാൽ മതി എന്നുള്ളത് നിങ്ങളൊരൊറ്റ ആൾ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എത്രയോ ആളുകൾ അവിടെ അത് റീലെടുത്ത് പോയിരുന്നില്ലേ? നിങ്ങളുടെ പ്രഹസനം കാരണം തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നിയേക്കാം, പക്ഷേ വിശ്വാസികളായ ആളുകൾ വിരലിലെണ്ണാവുന്ന ആളുകളല്ല, അത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആളുകളായിരിക്കും. നിങ്ങളൊരൊറ്റ ആൾ കാരണം അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഡയലോഗ് അടിക്കരുത് കേട്ടോ. അത് വൈകുന്നേരം ആരെങ്കിലും ലേലം ചെയ്ത് മേടിച്ചുകൊണ്ട് പോയേ ചെയ്യുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്നിട്ടും ഞാൻ അത് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും. ആരെങ്കിലും അത് ലേലം ചെയ്ത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നും മക്കളെ, ഇവർ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ര ഒരു പായസം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു സാധനവും ശ്രീകോവിലിനകത്തേക്ക് എടുക്കില്ല എന്ന് അറിഞ്ഞിട്ടും എല്ലാവരും അവിടെ എന്തെങ്കിലും സാധനം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനോടുള്ള സ്നേഹമാണ്, അല്ലാതെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതെ, അത് ഭഗവാനോടുള്ള സ്നേഹമാണ്, അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ എന്താ ചെയ്തേ? സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ വൃത്തിയില്ലായ്മയുടെ കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഞാൻ അവിടെ പറയുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ വ്രതശുദ്ധിയോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ചെയ്യാറ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ ഒരുപാട് ആളുകൾ വരുന്നൊരു അമ്പലമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആരെയും അറിയിക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്, നിങ്ങളാണ് അറിയിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ചിത്രങ്ങൾ വിറ്റ് പോകണം. ഇപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ആളുകൾ വാങ്ങുന്നുണ്ടോ? സമ്മതിച്ചു പോയി കേട്ടോ. വെറുതെ ഇത് വളച്ചൊടിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ കൊടുത്തത് എന്റെ കണ്ണനാണ്, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കണ്ണനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ആരുമല്ല. അത് വെറുതെ ഇങ്ങനെ വളച്ചൊടിച്ച് ഓരോ വിഷയം ഉണ്ടാക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട്. അതെ, ഞങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ചെറുപയർ പായസമായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത്? കണ്ണന് വേണ്ടത് എന്താ? കണ്ണന് കദളിപ്പഴവും പാൽപ്പായസമാണ് ഇഷ്ടം. നിങ്ങളുടെ കണ്ണൻ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളായ ആളുകൾക്ക് വിഷമം ഉണ്ടാവില്ല? നിങ്ങൾ ഈ ഊളത്തരം കാണിക്കണമെന്ന് അവസാനിപ്പിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ ഇരിക്കട്ടെ. അതിലൊന്നും ഒരു തെറ്റുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, ഇപ്പം ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ഒരാളാണല്ലോ. ഈ പള്ളിയിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി പറയണം സന്ദീപേ ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ട് തന്നെ അതിനെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ശരി ചേട്ടാ, അല്ലെങ്കിൽ ശരിക്ക, ഞാൻ വരുന്നില്ല ഇനി മുതൽ എന്ന് പറഞ്ഞാൽ തീരാവുന്നതുള്ളൂ. എന്നാൽ
ഒന്നോ രണ്ടോ ആളുകൾ പറയുന്ന വാക്ക് മാത്രം കേട്ടുകൊണ്ടാണ് നമ്മൾ പോകാതിരിക്കുന്നത് എങ്കിൽ വേണമെങ്കിൽ തീരുമാനിക്കാം അത് ഒന്നോ രണ്ടോ ആളല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ആളുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആരാ സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ ആരും സ്വീകരിച്ചിട്ടില്ല. നിങ്ങളെ ഇവിടെയുള്ള ഭക്തജനങ്ങളായ ആളുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. വിരലിലെണ്ണാവുന്ന രണ്ടാളവും നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്ക് ചേച്ചി ഇടക്കും കേട്ടാ. എന്താ പറയുക, കണ്ണന് ഇഷ്ടം പാൽപ്പായസമാണെന്ന് എനിക്കറിയാം. കണ്ണന് പാൽപ്പായസമല്ല എല്ലാ പായസവും കഴിക്കാറുണ്ടെന്നും എനിക്കറിയാം. കണ്ണൻ ഇന്ന പായസം മാത്രമേ കഴിക്കുള്ളൂ എന്നൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. എല്ലാ പായസവും കഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടറിവ് വെച്ചിട്ടാണ് കളിക്കുന്നത്. കൃത്യമായിട്ട് ഭക്തിയോട് കൂടിയിട്ട് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾക്കത് അറിയില്ല. എന്താണ് അവിടെ പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? കൃത്യമായി എല്ലാ ധാരണയോടും കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ മുന്നിലേക്കാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ളത്. എന്തുവാ ഇവരെ ഞാൻ എന്താ പറയുക? ഇവരൊന്നും പറഞ്ഞു തിരുത്താൻ കഴിയില്ല. വിഡ്ഢിത്തരം വിളമ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ട് ആ ഒരു പായസം ഉണ്ടാക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ആ പായസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ കണ്ണന് കുറച്ച് ഒരു ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് കുറച്ച് കണ്ണനെ എന്ന് പറഞ്ഞെടുത്തു. ഇത് എടുക്കാനുള്ള കാരണം പലതുമുണ്ട് എന്ന് പറയുന്ന ഈ കൂടെ തന്നെ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഗുരുവായൂർ ഒരു ഉണ്ണിയാണ്. ആ ഉണ്ണി നമ്മളുടെ വരവും കാത്തിരിക്കും. ആ ഉണ്ണിക്ക് എന്തെങ്കിലും മിഠായിയോ ഇങ്ങനെ എത്രയോ കണ്ടിട്ടുണ്ട്. ഭണ്ഡാരത്തിന് മുകളിൽ മഞ്ചയിലിടൂ, ഡയറി മിൽക്ക്, അങ്ങനെ കുറച്ച് കുറേ മിഠായികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമായിരിക്കില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ട ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തുളസിമാല, താമരം മുട്ട്, ഈ ഹരേ കൃഷ്ണ എഴുതിയിട്ട് കടലാസിൽ എഴുതിയിട്ട് മാല ചാർത്തുക, അങ്ങനെയൊന്നും ഞാൻ ചാർത്തിയിട്ട് ഒരാൾ ഹൈക്കോടതിയിലേക്ക് കൊടുത്തത് എന്താണെന്നറിയോ? കടലാസ് മാല ഞാൻ കണ്ണനെ സമർപ്പിച്ച് കണ്ണനെ അപമാനിച്ചു എന്ന്. വെറും ഒരു കടലാസിനെ അവർക്ക് കടലാസ് മാല എന്ന് പറയാൻ പറ്റും. അതിൽ ഞാൻ ഹരേ കൃഷ്ണ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് 101 പ്രാവശ്യം ജപിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊരു വെറും കടലാസ് മാലയല്ല, അത് ഹരേ കൃഷ്ണ ജപമേറിയ മാലയാണ്. ശരി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു പ്രഭാഷണം കേട്ടിട്ടല്ലേ ഇപ്പോൾ പോയിട്ടുള്ളത്? അതായത് അവിടെ ഒരു കുഞ്ഞിരിക്കുന്നുണ്ട്, ആ കുഞ്ഞിന് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരും കോടതി ഉത്തരവില്ല നിങ്ങളോട് അങ്ങോട്ട് ചെല്ലരുത് എന്നുള്ളത്. അതേപോലെ തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് അവിടെ ഒരു ബോർഡ് ജനങ്ങളത് തുറന്നു കാണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അത് തന്നെയാണ്, നിങ്ങൾ ഫേമസ് ആവാനും നിങ്ങളുടെ ഫോട്ടോസ് വിൽപ്പന നടത്തി മുന്നോട്ട് പോകാനും. വേറെ ഒന്നുമില്ല. ഇത് ബിസിനസ് തന്ത്രം തന്നെയാണ്, വേറെ എന്താണ്? പിന്നെ വിശ്വാസികളായ ആളുകൾ നിങ്ങളത് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ തള്ളിക്കളയാൻ എങ്ങനെ ഒക്കും? നിങ്ങൾ ആ നടയിൽ പോയിട്ടാണ് ഈ സംഭവമൊക്കെ കൊടുക്കുന്നത്. ആളുകൾക്ക് താല്പര്യമില്ല, കോടതിയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിലവിൽ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ആരാധനാലയത്തിൽ പോകുമ്പോഴും കൃത്യമായി ആ മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ചെല്ലുക എന്നുള്ളത്. അത് താങ്കൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് പോലും അവർ വളച്ചൊടിച്ച് കടലാസ് മാല ഇട്ട് കണ്ണനെ അപമാനിച്ചു എന്നുള്ള രീതിയിലാക്കി എടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് കേട്ടതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണന് കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അത് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞിട്ടും ഞാൻ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞാൻ എന്താ എന്നെക്കുറിച്ച് പറയാൻ ഒന്നും ബാക്കിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണന് എന്തൊക്കെ നടക്കിൽ സമർപ്പിക്കുന്നുണ്ട്? ചിലര് കിലോ കണക്കിന് സ്വർണ്ണം, ചിലര് വാഹനങ്ങൾ, ചിലര് കദളിക്കൊല, ചിലര് പശുവിനെയും കുട്ടീനെയും, അതേപോലെ തുളസിമാല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ മനസ്സിന് സന്തോഷം, എൻ്റെ പായസം കണ്ണൻ കുടിക്കും എന്നുള്ളൊരു വിശ്വാസം. നിങ്ങൾ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളിപ്പോൾ 2-3-4 വ്ളോഗേഴ്സിനെതിരെ മറുപടി കൊടുത്തല്ലോ. എന്ത് വൃത്തിയില്ലായ്മയാണ് മറുപടിയായിട്ട് കൊടുത്തിട്ടുള്ളത്? അച്ഛനും അമ്മയ്ക്കും വിളിച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചിട്ടുള്ളത്? അതേ നാക്കുകൊണ്ട് ഞാൻ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കറക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത് കേട്ടോ. ഒരിക്കലും വിശ്വാസികളായ ആളുകൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊരു ഇതര മതസ്ഥയായിട്ടുള്ള സ്ത്രീയാണ്, നിങ്ങൾ ആ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ ഈ മതവിശ്വാസ പ്രകാരവും മുന്നോട്ട് പോകുന്നില്ല, ഇതിൻ്റെ ഇടയിലാണ് നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനിടയിൽ ഒരുപാട് അസഭ്യ വാക്കുകൾ വിളിച്ച് പറയുന്ന ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഇന്നതാണെന്ന് പറയുമ്പോൾ, ഞാൻ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ അതിനെ കപട വിശ്വാസം എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയില്ല. എൻ്റെ പൊന്നു ചേച്ചി, ഇനി ഈ പ്രഹസനം അവസാനിപ്പിക്കുക. ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് പരാതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഹ്യൂജ് പരാതി ഇനി അങ്ങോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസക്കാർക്ക് ദൈവം വീണ്ടും 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 കോരി കൊടുക്കുന്നു പൈസ എന്ന് കേട്ടിട്ടുണ്ട്. മോളെ ഓൾറെഡി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പൈസ ഉള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങൾ ദൈവം കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ ഭണ്ഡാരത്തിന്റെ അടുത്ത് പോകുമ്പോൾ 10 രൂപയോ 20 രൂപയോ മാക്സിമം 1 രൂപ ഇടുന്നവർ വരെ ഉണ്ട്. അവർ ചോദിക്കുന്നതിനാ എന്തിനാ ദൈവത്തിന് പൈസ എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ പൈസ ഉള്ള ആൾക്കാർ അവരതൊന്നും നോക്കൂല. അവർ ഇഷ്ടം പോലെ പൈസ അവിടെ കൊടുക്കും, അമ്പലത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഒക്കെ നോക്കിയിട്ട് ചെയ്യും. അതും ഭഗവാൻ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് പലപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, ഭഗവാൻ പൈസ ഉള്ളവർക്ക് മാത്രമേ സഹായിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് തന്നെയാണ് നമുക്ക് തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പോക്കറ്റിൽ ചിലപ്പോൾ 500 ഉണ്ടാവും, 100 ഉണ്ടാവും, 50 ഉണ്ടാവും, 10 ഉണ്ടാവും. 500 അല്ല നിങ്ങൾ ഭണ്ഡാരത്തിൽ ഇടാൻ എടുക്കാറ്, 10 രൂപയാണ്. പക്ഷെ ചിലർ അത് 500 രൂപ ഇടും. അവൻ 500-ന് 1000 ദൈവം കൊടുക്കും. നമ്മുടെ മനസ്സിലേക്കും കൂടി നോക്കടോ, തീർച്ചയായിട്ടും നോക്കും. നമ്മുടെ മനസ്സിലേക്കല്ലാതെ ദൈവം വേറെ എങ്ങോട്ടാ നോക്കുക? നമ്മുടെ മുഖത്തേക്കോ നമ്മുടെ സൗന്ദര്യത്തിലേക്കോ അല്ല നോക്കുക. ആരും കാണാത്ത നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുക. അവിടെ നമ്മൾ ആരൊക്കെ ദ്രോഹിക്കുന്നത്, ആരൊക്കെ സ്നേഹിക്കുന്നത് നോക്കിയിട്ടാണ് ദൈവം നമ്മളെ ജഡ്ജ് ചെയ്യുക. അതായത് നാളെ മുതൽ ആ VIP ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ അവിടെ നിലനിർത്തണം എന്നാണ് ജസ്ന ആഗ്രഹിക്കുന്നത് കേട്ടോ.
500 രൂപ കൊടുക്കുന്നതിന് 1000 രൂപയുടെ പ്രതിഫലം കിട്ടുന്നുള്ളത്. ദൈവത്തിന് കമ്മീഷൻ കൊടുത്തിട്ട് നമുക്ക് നന്മ കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കപടതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. ദൈവത്തിന് പൈസയുടെ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരിപ്പോൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഇതെന്തിനാ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് കണ്ണനെ കാണാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന, ചെറുതല്ല വലിയ സൂചന എന്ന് പറയേണ്ടി വരും. പണം കൊടുക്കുന്നതിനനുസരിച്ച് അത്രേ ദൈവം ഇവിടുന്ന് അനുഗ്രഹം തരുന്നത്. നല്ല അടിപൊളി. അപ്പൊ ഞാൻ ഈ ഒരു കൊടുത്തതിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീകോവിലിനുള്ളിലേക്ക് കണ്ണന് വേണ്ടിയിട്ട് ഒന്നിനും എടുക്കൂല എന്നുള്ളത്. ഈ അറിയൊക്കെയുള്ള വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരു കണ്ണനെ സ്നേഹിച്ചു പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? കണ്ണനെ സ്നേഹിച്ചു പോയാൽ വീട് കുത്തിനെ സ്നേഹിച്ചാൽ പോരെ എന്ന് ചോദിക്കും ചിലർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വീട് കുത്തിനെ സ്നേഹിച്ചാൽ പോരെ? ഞങ്ങൾക്ക് എന്തിനാ ഗുരുവായൂർക്ക് പോകുന്നത്? ഒരു വിശ്വാസിയായ ആളോട്, ഒരു ഹിന്ദു വിശ്വാസിയായ ആളോട് പറയാം, നിങ്ങൾ എന്തിനാ ഗുരുവായൂർ അമ്പലത്തിൽ പോകും, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, വിശ്വസിച്ചാൽ പോരെ എന്നുള്ളത് എന്ത് അവകാശമാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ? ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു അവകാശവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരൊറ്റ ആൾ കാരണം ഇസ്ലാം മതവിശ്വാസപ്രകാരം ജീവിക്കുന്ന ആളുകൾക്ക് പോലും ചെയ്ത പേരാ അത് നിങ്ങൾക്കറിയോ? നിങ്ങളൊന്നല്ലെങ്കിലും ആ മതം വിട്ടിട്ട് ഹിന്ദു മതം സ്വീകരിച്ച് ഹിന്ദു മതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇല്ല, നിങ്ങൾ അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, തങ്ങി നിൽക്കുകയാണ് നിങ്ങൾ മരക്കൊമ്പിൻ്റെ മുകളിൽ പോലെ. വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരായ ആളുകൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാൻ ഒരു അവകാശവും താങ്കൾക്കില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കപടയായിട്ടുള്ള ഒരു പൊയ്മുഖത്തിൻ്റെ അടിമയാണ് എന്നുള്ളത്. നമ്മൾ വീട്ടിൽ കുത്തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ വല്ലാതെ റീഫ്രഷ് ആവും. അവിടെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക. നമ്മൾ ചിലപ്പോൾ സങ്കടപ്പെട്ടിട്ടായിരിക്കും അങ്ങോട്ട് പോവുക, പക്ഷെ മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുക. ആ ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നമുക്ക് വീട്ടിലൊരു പൂജാമുറി ഉണ്ടാക്കി എത്ര നമ്മൾ നാമം ജപിച്ചാലും എത്ര നമ്മൾ ഇതാക്കിയാലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടൂല. എനിക്ക് വീട്ടിൽ പൂജാമുറി ഇല്ലാട്ടോ, ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. കുറേ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ ഞാൻ പൂജാമുറി ആക്കിയിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. അല്ല, ഒരു പൂജാമുറി താങ്കളൊന്ന് വെച്ചിട്ട് അതൊന്ന് പരീക്ഷിക്കണം കേട്ടോ. ഇനി ഏതൊരു ആരാധനാലയത്തിലും ആ ആരാധനാലയത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്മ കിട്ടും, പോസിറ്റീവ് എനർജി കിട്ടും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളത് ചെയ്യുന്ന ആളുകൾ കൂടിയാണെന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് താങ്കളെ പോലെയുള്ള ആളുകൾ പോകുന്നത് പോലെ പോകുന്നതെങ്കിൽ സ്വന്തം വീട്ടിൽ ആദ്യം ഒരു പൂജാമുറി ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് പരീക്ഷിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് പൂജ ചെയ്താൽ ആ ഫീല് കിട്ടും എന്നുള്ളത് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. നോക്കി നിൽക്കുക എന്നല്ലാതെ ഇനിയിപ്പോൾ ഇതിന്റെ പുറത്ത് നിങ്ങൾ ഇറങ്ങിയ കേസ് കൊടുക്കുക എന്താണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ പലരും അവിടുത്തെ റൂൾസ് വായിച്ചു, അതിലും പറയുന്നുണ്ട് വീട്ടിൽ നിന്നും പായസം വെച്ച് ഉണ്ടാക്കിയാൽ അത് അമ്പലത്തിൽ സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ഞാൻ ആ നടയിൽ കൊണ്ടു കൊടുത്തത് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കണ്ണനത് ഈ ആരും എന്താ പറയുക, ദേവസക്കാരും സെക്യൂരിറ്റിമാരും ആരും തടയാതെ കണ്ണൻ വന്നത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അവിടെ വെച്ചത്. അതൊരു വിശ്വാസമാണ്. അതെ അതെ, നല്ലൊരു വിശ്വാസമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. സെക്യൂരിറ്റി ഗാർഡൊന്നും പിടിച്ചു വെക്കില്ല കണ്ണനെ, കണ്ണൻ വന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു കപടതയുണ്ടല്ലോ, അത് പടച്ച തമ്പുരാനും അറിയാം, അത് കണ്ണനും അറിയാം. നിങ്ങളുടെ ഈ ഒരു ബിസിനസ് തന്ത്രം ഉണ്ടല്ലോ, അതും എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ പോയിട്ട് തിരിഞ്ഞു പോലും നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ വിശ്വാസികളായ ആളുകളാണ്, എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഈ കപടത അത് ദൈവത്തിനും മനസ്സിലാവും, ജനങ്ങൾക്കും മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടല്ല, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആളുകളെ പറ്റിക്കുകയാണെന്നുള്ളത്. പിന്നെ അത് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് ആരെന്ത് പറഞ്ഞാലും കണ്ണൻ കൂടെ ഉണ്ടാവും. കണ്ണൻ കുയിൽ തള്ളിയിടുമെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. കുയിൽ തള്ളിയിടൂല, നമ്മളെ തിരിച്ച് കയറ്റി തന്നെ ചെയ്യും. ജീവിതത്തിൽ അനുഭവിച്ചതാണ് ഞാൻ. കണ്ണൻ ഒത്തിരി സ്നേഹിച്ചു പോയ മറ്റൊരു മതസ്ഥ എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങൾ എന്നെ വെറുക്കുന്നതെങ്കിൽ നിങ്ങൾ വെറുത്തോളും, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ കണ്ണൻ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അത് മതി എനിക്ക്. ആ ഒരു ഉറപ്പിന്മേൽ ഞാൻ നിൽക്കും. ഒരുപാട് വിശ്വാസികൾ, നിങ്ങളെക്കാൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കണ്ണുനീരിനേക്കാൾ വലുതാണ് നിങ്ങളുടെ കപടത എന്നുണ്ടെങ്കിൽ കണ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അല്ലാത്ത പക്ഷം കണ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം ജീവിക്കുന്ന, കണ്ണനെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ അസുഖബാധിതരായിട്ടൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പോലും കിട്ടാത്ത എത്രയോ ആനുകൂല്യങ്ങളാണ് ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്നത്. ദയവ് ചെയ്ത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരോടാണ് പറയാനുള്ളത്, ഇവരെ ആ ഒരു പരിസരത്ത് പോലും അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുക. ഹൈക്കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് ഇവർ വന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു കടിഞ്ഞാണിടുക. അതുപോലെ തന്നെ ഓരോ വിശ്വാസികളും എഴുതി ഒപ്പിട്ട് വലിയൊരു പരാതി സുപ്രീം കോടതി വരെ പറ്റുമെങ്കിൽ അത്രയും മുകളിൽ പോയി കൊണ്ടുകൊടുക്കുക. ഇത് വിശ്വാസികൾക്ക് നേരെയുള്ള ഒരു പരിഹാസമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവർ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ പായസം, ഓക്കെ, അതുകൂടാതെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ച് ഞാനങ്ങ് തിരിച്ചു പോന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടോ. ഇവിടെ ആരാണ് വിശ്വാസികളായ ആളുകളെ പറ്റിക്കുന്നത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.